പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഇഷ്ടമല്ല. ഇപ്പം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പണ്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കുറേ മാറ്റങ്ങൾ. മഞ്ഞ ടോപ്പാണ് എടുക്കുന്നത്. ഫസ്റ്റ് വൺ ഷാർലറ്റ് ടിൽബറിയുടെ ഈ ലിപ്സ്റ്റിക് ആണ്. സോ നമ്മളത് അതിടാം. എന്താ ലിപ് ലൈനർ ഇവിടെ എന്താ പറയുക, ഗെറ്റ് റെഡി വിത്ത് മിക്ക് അല്ല പ്രസക്തി. ഇവിടെ ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കണ്ടില്ലേ ദാരിദ്ര്യം. ഈ ഒരു ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ലിപ് ലൈനറാണ്. ഈ ഒരു ഷെയ്ഡ് ഞാൻ കുറേ സ്ഥലത്ത് പോയിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒരു എക്സാക്ട് ഷെയ്ഡ് എനിക്ക് കിട്ടുന്നില്ല. നോക്ക്, ഇത് ഓട്ടയാ കഴിഞ്ഞു. ഇതെനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ചെറുതായിട്ട്. കാരണം എൻ്റെ അത്രയും ഫേവറേറ്റ് ആയിരുന്നു. ഇനി ആ ഷെയ്ഡ് കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല. തൽക്കാലം വേറെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ അത്ര ഇതാണ് നമ്മുടെ ലിപ് ലൈനർ എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല ഗൈസ്. കാരണം എനിക്ക് എൻ്റെ മറ്റേ ലിപ് ലൈനർ തന്നെ വേണം. നമുക്ക് കൂടി വേറെ അല്ല. എന്നാലും അവർ പറ്റിക്കലാട്ടോ. നമുക്ക് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഇവിടം വരെ ഉള്ളൂ, പിന്നെ ഇത് മൊത്തം പൊള്ളയാണ്. ലിപ്സ്റ്റിക് ലിപ് ലൈനർ ഞാനൊക്കെ മാനസിക ബുദ്ധിമുട്ടിലാണ് കൊണ്ടാണ്. കണ്ടില്ല, ഇതൊന്നും പോരാ. എൻ്റെ 20 രൂപയ്ക്ക് നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ലിപ് ലൈനറാണ് എൻ്റെ ഹീറോ. അതിലിട്ട് എൻ്റെ ചുണ്ടൊക്കെ കുറച്ച് കറക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടാ. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു തന്നെയാണെങ്കിൽ കുറച്ച് കണ്ണിൻ്റെ പുതിയ വാങ്ങിയതാണ്. ഇതൊക്കെ ഇവിടെ ഇത് വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. എനിക്ക് അത്ര പീലൊന്നുമില്ല. പിന്നെ ഞാനിത് മസ്കാര വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ലിപ്പ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിപ് ഗ്ലോസ് ഇടാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്കത് വാങ്ങണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. കാരണം ഞാൻ അപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മേക്കപ്പിൻ്റെയും ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ പറഞ്ഞു കൊടുക്കാനും. ഫോക്കസ് കിട്ടുന്നില്ല ഗൈസ്. ഫോക്കസ് നിങ്ങൾക്ക് ഫോക്കസ് ഇത് ഫോക്കസ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് മറ്റേത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കമ്മൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഹെയർ സെറ്റ് ചെയ്യാമല്ലേ. ഹെയർ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ പാൻറ്റൊന്നും മാറ്റിയിട്ടില്ല. കാരണം നമുക്ക് പ്രത്യേകിച്ച് എവിടേക്കും പോകാനല്ല. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ തോന്നി. അപ്പോൾ പാൻറ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഹെയർ എല്ലാം പോയി. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. എനിക്കിത് അടിച്ചപ്പോഴേ നാട്ടിലൊക്കെ എവിടേക്കോ പോയ പോലെ തോന്നാം. നമുക്കിങ്ങനെ പെർഫ്യൂംസ്, പാട്ട്, അതൊക്കെ നമ്മൾ വേറെ ലോകത്ത് എത്തിക്കുന്നത് വളരെ ശരിയാണ്. സോ ഇതാണ് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഇതാണ് എൻ്റെ ഒരു മഞ്ഞ ഡ്രസ്സ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കും.